ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഐഡിയൽസിന്റെ വെബ്സൈറ്റ് വർക്ക് ചെയ്യാത്തൊരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ ത്രൂ മാത്രമായിരുന്നു ഐഡിയൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയൽസിൽ എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന് ഒരു വീഡിയോ ഞാൻ ചെയ്യും എന്നുള്ളത്. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്താൽ മതി. അപ്പൊ ഇതുവരെ ഐഡിയൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കാര്യം പറയാം, യുഎയിൽ താൽക്കാലികമായിട്ട് ഐഡിയൽസ് പൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതാണ് അതിന്റെ ഒരു സ്റ്റാറ്റസ്. ഒരു പക്ഷേ അടുത്ത് തന്നെ അതിന്റെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുകയാണെങ്കിൽ അവർ അറിയിക്കുന്നതാണ്. ആ സമയത്ത് ഈ ചാനൽ ത്രൂ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഐഡിയൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മൊബൈൽ കയ്യിലെടുക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോർ ആണെങ്കിലും ആപ്പ് സ്റ്റോർ ആണെങ്കിലും സെർച്ച് ബാറിൽ വന്ന് ഐഡിയൽസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരും. ഇവിടെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യുഎയിൽ അവർ താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചതാണ് എന്നുള്ള രീതിയിൽ. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ മെനുവിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ലോഗിൻ ഭാഗത്ത് നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും അതുപോലെ പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഐഡിയൽസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, അതായത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് കൊടുക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ് ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇമെയിൽ അഡ്രസ് ത്രൂ ആയിരിക്കും. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് കൊടുക്കുക. അതിനുശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, അതുപോലെ നമ്പർ, ഒരു ക്യാപിറ്റൽ ലെറ്റർ, 8ൽ കൂടുതൽ നമ്പർ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. കൺട്രി കോഡ് സെലക്ട് ചെയ്ത് ഇന്ത്യൻ നമ്പർ ആണെങ്കിലും ഏത് രാജ്യത്താണ് നിന്നോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ കൺട്രി കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ താഴെ കാണുന്ന അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ഭാഗം അഗ്രി ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിക്കാം. പക്ഷെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ OTP വെച്ചിട്ട് അക്കൗണ്ട് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അവിടെ SMS ത്രൂ അതല്ലെങ്കിൽ ഇമെയിൽ ത്രൂ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ SMS ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ കാണുന്ന സെൻഡ് OTP വയ SMS എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ അടിച്ച് കൊടുക്കുക. ഞാൻ എന്റെ OTP അടിച്ച് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് ഒരു 5 ദിർഹം ബോണസ് ഗിഫ്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ത്രൂ ഈ ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഐഡിയൽസിന്റെ ഡ്രോയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് 5 ദിർഹം മുതലാണ് ടിക്കറ്റ് പ്രൈസ്. ഒരുപാട് പ്രൈസ് അവൈലബിൾ ആണ്. വില്ലാസ്, ലക്ഷറി കാറുകൾ, ലക്ഷറി ബൈക്കുകൾ, വലിയ പ്രൈസ് ഒക്കെ വിൻ ചെയ്യാൻ പറ്റും. ടിക്കറ്റ് പ്രൈസ് വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും. ലിമിറ്റഡ് ടിക്കറ്റ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡ്രോ ആണ് ഐഡിയൽസ്. ഒന്നിലധികം ഡ്രോ ഒരേ സമയത്ത് അവൈലബിൾ ആണ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് ഇതിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിൽ എങ്ങനെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 3 ദിർഹത്തിന്റെ ഒരു ഡ്രോ അവൈലബിൾ ആണ്. 10,000 ദിർഹമാണ് വിന്നിംഗ് പ്രൈസ്. ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇതിലെ വിന്നേഴ്സിനെ അവർ അനൗൺസ് ചെയ്യുക. ഇതിന്റെ ഈ ഒരു ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെയുള്ള ആഡ് ടു കാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. എത്ര ക്വാണ്ടിറ്റി, അതായത് എത്ര ടിക്കറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നതാണ് അവർ ചോദിക്കുന്നത്. ഞാൻ 1 പ്രസ് ചെയ്യുന്നത്. അതിനുശേഷം ആഡ് പ്രസ് ചെയ്യാണ്. എന്നിട്ട് കാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രോയുടെ ഡീറ്റെയിൽഡ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് മിനിമം 10 ദിർഹത്തിന്റെ ടിക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഈ ഒരു പീരീഡിൽ ആയതുകൊണ്ടാണ് അവർ അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. മുമ്പ് അതില്ലായിരുന്നു. അതായത് യുഎയിൽ താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം മിനിമം 10 ദിർഹത്തിന്റെ ഡ്രോയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ടിക്കറ്റ് തന്നെ 3 ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ 5 ദിർഹത്തിന്റെ മറ്റൊരു ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും, അതല്ലെങ്കിൽ 10 ദിർഹത്തിന് മറ്റൊരു ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അതിനോട് ഒരുമിച്ച് ഇതും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10 ദിർഹത്തിന് മുകളിൽ, അതായത് മിനിമം 10 ദിർഹം വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു ഡ്രോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 എൻട്രി ലഭിക്കുന്നുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അത് ഡൊനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൊനേറ്റ് ആവുന്നുണ്ട്. സാധാരണ ഓപ്ഷൻ ആണ്. ഇപ്പം നിലവിൽ യുഎയിൽ താൽക്കാലികമായിട്ട് പൗസ് ചെയ്ത് വെച്ചത് കൊണ്ടാകാം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യത, അതായത് 10,000 ദിർഹം വിൻ ചെയ്യാനുള്ള ഡ്രോയിലേക്കുള്ള സാധ്യത ഡബിൾ ആകുന്നതാണ്. അതിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് 10 ദിർഹം ആകാൻ വേണ്ടിയിട്ട് മറ്റൊരു ഡ്രോയിൽ കൂടി എൻട്രി ചെയ്യാണ്. ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു 10 ദിർഹത്തിന്റെ ഡ്രോ ഞാൻ ആഡ് ടു കാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എനിക്കിപ്പം
ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ കാണുന്ന സെലക്ട് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലുള്ള ബാലൻസ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എന്റെ വാലറ്റിൽ 5 ദിറം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കുറച്ച്, അതായത് 8 ദിറമാണ് ഇപ്പോൾ പേ ചെയ്യേണ്ടത്. ആപ്പിൾ പേ അതല്ലെങ്കിൽ നിങ്ങളുടെ വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്, അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇത് ത്രൂ ഒക്കെ പേയ്മെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ ബൈനാൻസ് പേ ത്രൂ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളെ ഡെബിറ്റ് കാർഡിന്റെ മുകളിലുള്ള നമ്പർ അടിച്ച് കൊടുക്കുക, എക്സ്പയറി മന്ത് ഇയർ അടിച്ച് കൊടുക്കുക, എന്റർ CVV കാർഡിന്റെ പുറകുവശത്തുള്ള 3 അക്ക നമ്പർ അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സേവ് കാർഡ് ഫ്യൂച്ചർ എന്നുള്ളതാണെങ്കിൽ ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാർഡിന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കേണ്ടി വരില്ല. ഞാനത് സേവ് ചെയ്യുന്നില്ല. എന്നിട്ട് പേരോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഡിഡക്ട് ആവും. നിങ്ങൾക്ക് ടിക്കറ്റ് ജനറേറ്റ് ആകുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഐഡിയൽസ് ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. UAE-ലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. ഐഡിയൽസ് UAE താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചത് അവർ നീക്കുന്ന സമയത്ത് ഈ ചാനൽ ത്രൂ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് അറിയിക്കുക. പഠിച്ചു പിടിക്കാൻ വരെ ബൈ.